ഇന്നൊരു രസകരമായ സംഭവം ഉണ്ടായി. റോട്ടറി ക്ലബ്ബുകാർ ഫോൺ ചെയ്ത് പറഞ്ഞു, ആദർശ ദമ്പതികളെ തിരഞ്ഞെടുക്കുന്ന ഒരു മത്സരം അവർ ഏർപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. ഞാനും നീയും ആ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് അവർ നിർബന്ധം പിടിക്കുന്നു. ഒന്നാം സമ്മാനം ലോക പര്യടനത്തിലുള്ള 2 വിമാന ടിക്കറ്റുകളാണ്. ആദർശ ദമ്പതികളായി ലോകം മുഴുവനും സഞ്ചരിക്കുക. നിനക്കത് ഇഷ്ടമല്ലേ ഡോക്ടർ ഷീല? അദ്ദേഹം ചോദിച്ചു. എൻ്റെ രോഗികളെ വിട്ട് ഞാൻ ഒരു പര്യടനത്തിനും വരില്ല, ഞാൻ പറഞ്ഞു. ജയിച്ചാലല്ലേ പര്യടനത്തിന് പോവേണ്ടതുള്ളൂ. നമുക്ക് ഈ മത്സരത്തിൽ ജയിക്കാൻ സാധിക്കുമോ? അദ്ദേഹം ചോദിച്ചു. എന്തുകൊണ്ട് ജയിക്കില്ല? ഏറ്റവും അധികം നീണ്ടുനിന്ന ദാമ്പത്യമല്ലേ നമ്മുടേത്. ഞാൻ നിങ്ങളെ വഞ്ചിച്ചിട്ടില്ല, നിങ്ങൾ എന്നെയും വഞ്ചിച്ചിട്ടില്ല. ഒരു രാത്രിയെങ്കിലും നാം പിരിഞ്ഞു കിടന്നുറങ്ങിയിട്ടുമില്ല. തീർച്ചയായും ആ മത്സരത്തിൽ നാം ജയിക്കും, ഞാൻ പറഞ്ഞു. അദ്ദേഹം തൻ്റെ മുഖം മൂടൽ വീണ കണ്ണുകളാൽ പരിശോധിച്ചു. നീ ആത്മാർത്ഥതയോടാണോ സംസാരിക്കുന്നത്? ചിലപ്പോൾ എനിക്ക് സംശയം തോന്നും നീ എന്നെ പരിഹസിക്കുകയാണെന്ന്, അദ്ദേഹം പറഞ്ഞു. പരിഹസിക്കുകയോ? എന്തിന്? തീർച്ചയായും നമ്മുടെ ദാമ്പത്യത്തെപ്പറ്റി എല്ലാവരും പുകഴ്ത്തി പറയുന്നുണ്ടാവണം. നാം മറ്റു ദമ്പതിമാരെ പോലെയല്ല. എൻ്റെ സ്നേഹിത കല്യാണിക്കുട്ടി വിവാഹം കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും വിവാഹമോചനം നേടി. അവളുടെ ദാമ്പത്യവും പരാജയമായിരിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു. ഇന്നവൾ എന്നെ കാണാൻ വന്നു. അവൾ തൻ്റെ ഭർത്താവിനെ പറ്റി അന്വേഷിക്കാനാണ് വീണ്ടും ഈ നഗരത്തിൽ വന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പ് താൻ ഉപേക്ഷിച്ച മനുഷ്യനെ പറ്റി വിവരങ്ങൾ ശേഖരിക്കുവാൻ അവൾ എൻ്റെ അടുത്ത് വന്നു, ഞാൻ പറഞ്ഞു. എന്നിട്ടോ? സുധാകരൻ്റെ 2ാം ഭാര്യ എൻ്റെ ചികിത്സയിൽ കഴിയുകയാണെന്നും അവരുടെ ദാമ്പത്യം ഒരു മഹാവിജയമാണെന്നും ഞാൻ പറഞ്ഞു. അയാളെപ്പറ്റി മധുരസ്മരണകൾ മാത്രമേ ഇന്ന് അവൾക്കുള്ളൂ. അന്യോന്യം വെറുപ്പുളവാക്കുന്നതിന് മുമ്പ് അവർ വേർപിരിഞ്ഞുവല്ലോ. അപ്പോൾ നീ എന്തു പറഞ്ഞു? ഞാനെന്ത് പറയാനാണ്? എനിക്ക് അവളോട് അസൂയ തോന്നി, അത്ര തന്നെ. നീ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ലേ ഡോക്ടർ ഷീല? അദ്ദേഹം ചോദിച്ചു. ആ വൃദ്ധനയനങ്ങളിൽ നനവ് പരന്നപ്പോൾ ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തി. നിന്റെ മനോഹരമായ മുഖം കൂടി കാണാൻ എനിക്ക് സാധിക്കുന്നില്ല. നാളെ തന്നെ ഞാനൊരു പുതിയ കണ്ണടയ്ക്ക് ഏർപ്പാട് ചെയ്യും. പിറ്റേ ദിവസം രാവിലെ 11 മണിക്ക് അദ്ദേഹം ക്ലബ്ബിൽ പോയിരുന്ന സമയത്താണ് കല്യാണിക്കുട്ടി വീട്ടിൽ വന്ന് കയറിയത്. എൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള പൂന്തോട്ടവും സൽക്കാരമുറിയിൽ അങ്ങിങ്ങായി പ്രദർശനത്തിനായി വെച്ചിരിക്കുന്ന ലോഹപ്രതിമകളും മനോഹരങ്ങളാണെന്ന് കല്യാണിക്കുട്ടി പ്രസ്താവിച്ചു. നീ കലാബോധമുള്ളൊരു ധനികയാണ്, അവൾ പറഞ്ഞു. വാസ്തവത്തിൽ നീ എന്നും ഇങ്ങനെയായിരുന്നു, കലാബോധമുള്ള ധനിക, അവൾ കൂട്ടിച്ചേർത്തു. കലാബോധമുണ്ടാവുന്നതും ധനമുണ്ടാവുന്നതും ഒരു കുറ്റമാണെന്ന നാട്യത്തിലാണോ നീ സംസാരിക്കുന്നത്? എനിക്ക് തോന്നുന്നു അതൊക്കെ വെറും തോന്നൽ. നിന്നോട് എനിക്കെന്നും അസൂയ മാത്രമേ തോന്നിയിട്ടുള്ളൂ. 20 വയസ്സ് കൂടുതലുള്ള ഒരാളെ നീ ഭർത്താവായി സ്വീകരിച്ചപ്പോഴും ഞാൻ അസൂയപ്പെട്ടു. കാരണം എൻ്റെ സുധാകരനെ പോലെ അല്ലായിരുന്നു നിൻ്റെ ഭർത്താവ്. നിൻ്റെ ഭർത്താവ് തൻ്റെ നീല ഡ്രസ്സിങ് ഗൗണും ധരിച്ച് പുറത്തെ വരാന്തയിലിരുന്ന് വർത്തമാന പത്രങ്ങൾ വായിക്കുമ്പോൾ ഞാൻ നിൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് അസൂയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ സുധാകരൻ യുവാവായിരുന്നു, പൗരുഷമുള്ളവനായിരുന്നു. പക്ഷേ തൻ്റെ അപകർഷതാബോധം അയാളൊരു മൃഗമാക്കി മാറ്റി. പെരുമാറ്റത്തിൻ്റെ ഉത്തമ നിയമങ്ങൾ അയാൾക്കറിയുമായിരുന്നില്ല. മാന്യരുടെ സദസ്സിൽ അയാളെ അവതരിപ്പിക്കുവാൻ ഞാൻ മടിച്ചു. അയാൾ എന്നെ എടി, പെണ്ണെ, തേവിടിച്ച് എന്നും മറ്റും വിളിക്കാറുണ്ടായിരുന്നു. അയാൾക്കെന്നോട് ബഹുമാനമില്ലെന്ന് ഞാൻ തീർച്ചയാക്കി. ആദരവ് പ്രകടിപ്പിക്കുന്ന ഭർത്താവിനെ തേടി ഞാൻ സുധാകരനെ വിട്ടുപോയി. പക്ഷേ എന്നും സുധാകരനെ മാത്രമേ ഞാൻ എൻ്റെ കിടക്കയിൽ പ്രതീക്ഷിച്ചിട്ടുള്ളൂ, നിന്നെയും. കല്യാണിക്കുട്ടി കരയുവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അവളോട് അനുകമ്പ തോന്നി. അവൾക്ക് സുധാകരനെ വീണ്ടും കാണാൻ അവസരമുണ്ടാക്കി കൊടുക്കുവാൻ സന്നദ്ധയാണെന്ന് ഞാൻ പറഞ്ഞു. വേണമെങ്കിൽ ഞാൻ അയാളെ ഇങ്ങോട്ട് ഊണിന് ക്ഷണിക്കാം, ഭാര്യയോടൊപ്പം, ഞാൻ പറഞ്ഞു. അയ്യോ, ഭാര്യയെ വിളിക്കരുത്. എനിക്ക് അയാളുടെ ഭാര്യയെ കാണുവാൻ തീരെ ആഗ്രഹമില്ല, അവൾ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ആവശ്യപ്പെട്ടത് കൊണ്ട് സുധാകരൻ വന്നു. എൻ്റെ തോട്ടത്തിൽ ഒരു ഫെമിനിയും വായിച്ചുകൊണ്ട് കല്യാണിക്കുട്ടി ഇരുന്നിരുന്നത് അവർ മൗനം കൊണ്ടാണ് അന്യോന്യം എതിരേറ്റത്. ദാഹിക്കുന്ന കണ്ണുകളോടെ അവർ അന്യോന്യം നോക്കി. ഞാൻ അകത്തേക്ക് പോയി. അന്നു രാത്രി അവർ 2 പേരും ഒന്നിച്ചൊരു ടാക്സിയിൽ പോയി കഴിഞ്ഞപ്പോൾ അതുവരെ അവരോട് ആതിഥേയ മര്യാദകൾ പ്രദർശിപ്പിച്ച തൻ്റെ ഭർത്താവ് എന്നെ ശകാരിക്കുവാൻ തുടങ്ങി. ഒരിക്കലും നീ ഇത് ചെയ്യേണ്ടിയിരുന്നില്ല. നിൻ്റെ ഒരു രോഗിണിയായ അയാളുടെ ഭാര്യയെ ഓർത്തെങ്കിലും നീ അയാളെ ക്ഷണിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു. അവർ ഇതറിഞ്ഞാൽ കരഞ്ഞ് കരഞ്ഞ് കിടപ്പിലാവും. നിൻ്റെ ബാല്യകാല സ്നേഹിതയുടെ ഗ്ലാമർ ഒരു സാധുശ്രീക്കില്ലല്ലോ. എനിക്ക് കല്യാണിക്കുട്ടിയോടുള്ള കൂറും മറ്റാരോടുമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ സുധാകരനെ അപഹരിച്ച് തൻ്റെ കൂടെ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോയാൽ നീ സന്തോഷിക്കും അല്ലേ?
ആ പാവം സ്ത്രീയും അവരുടെ ഏകപുത്രിയും അശരണങ്ങളായി മാറുന്നതിൽ നിനക്കൊരു പ്രതിഷേധവുമില്ലേ? സുധാകരൻ്റെ മകളെപ്പറ്റി നീ എത്ര തവണ പുകഴ്ത്തി സംസാരിച്ചിരിക്കുന്നു. അവൾക്കൊരച്ഛനില്ലാതാവുന്നതിൽ നിന്റെ പങ്ക് എന്തായിരിക്കുമെന്ന് നീ ഓർത്തു നോക്കിയോ? അദ്ദേഹം ചോദിച്ചു. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. വേണ്ടി വന്നാൽ സുധാകരൻ്റെ ഭാര്യയുടെയും മകളായ അമ്മിണിക്കുട്ടിയുടെയും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. അവളെ പഠിപ്പിച്ചൊരു മാന്യമായ ഉദ്യോഗം നേടിക്കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. വേണമെങ്കിൽ ഞാൻ അമ്മിണിയെ ഒരു ഡോക്ടറാക്കാം. നമുക്ക് മക്കളില്ലാത്തതിൻ്റെ കോട്ടം അവൾ തീർക്കട്ടെ. അദ്ദേഹം പിന്നീടൊന്നും പറയാതെ അകത്തേക്ക് പോയി. സുധാകരൻ്റെ 19 വയസ്സുകാരിയ മകൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. അവൾക്ക് വാസ്തവത്തിൽ കല്യാണിക്കുട്ടിയുടെ ചായയായിരുന്നു. കല്യാണിക്കുട്ടിയെ കാണുക പോലും ചെയ്യാതെ മിസ്സിസ് സുധാകരൻ അവളുടെ നിറവും അവളുടെ നുണക്കുഴികളുമുള്ള ഒരു പെൺകുഞ്ഞിന് എങ്ങനെ പ്രസവിക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ആർക്ക് കഴിയും? സുധാകരന് കല്യാണിക്കുട്ടിയോടുള്ള ആസക്തി കാരണമാവാം അങ്ങനെ ഒരു മകൾ അയാളുടെ ഭാര്യയ്ക്ക് ജനിച്ചത് എന്നെൻ്റെ ഭർത്താവ് പറയും. സുധാകരനും കുടുംബവും 2-3 മാസങ്ങൾ കൂടുമ്പോൾ ഞങ്ങളെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ആ സന്ദർശന വേളകളിൽ എൻ്റെ ഭർത്താവ് അമ്മിണിയോട് സംസാരിക്കുകയും അവളുടെ നേരം പോക്കുകൾ കേട്ട് ചിരിക്കുകയും ചെയ്യുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. സുധാകരൻ്റെ ഭാര്യ പരിഷ്കൃതിയല്ലെങ്കിലും ഒരു ഉത്തമ കുടുംബിനിയാണെന്ന് അദ്ദേഹം പലതവണ അഭിപ്രായപ്പെട്ടു. എന്തുകൊണ്ടോ എനിക്ക് ആ സ്ത്രീയെ പുകഴ്ത്തി പറയാൻ കഴിഞ്ഞില്ല. കല്യാണിക്കുട്ടിയെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവരുടെ രൂപം നിഷ്പ്രഭമാകാറുണ്ടായിരുന്നു. എനിക്ക് അവരെ സ്നേഹിക്കുവാൻ സാധിച്ചില്ല. ഒരു രോഗിണിയോട് ഡോക്ടർക്ക് തോന്നുന്ന സാധാ വികാരങ്ങൾ മാത്രമേ അവർക്കായി എൻ്റെ ഉള്ളിൽ ജനിച്ചുള്ളൂ. അനുകമ്പയായിരുന്നു ആ ബന്ധത്തിൻ്റെ മുഖ്യ ഘടകം. അനുകമ്പയിൽ ചേർന്ന് കലർന്നൊരു വെറുപ്പും. അതുകൊണ്ടാവാം കല്യാണിക്കുട്ടി സുധാകരനോടൊപ്പം ദിവസങ്ങളും രാത്രികളും ചെലവഴിച്ചെന്നറിഞ്ഞിട്ടും എനിക്ക് ദേഷ്യം വരാഞ്ഞത്. അവൾക്ക് 30 വർഷങ്ങൾക്ക് ശേഷം അയാളുമൊത്തൊരു മധുവിധ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്തിനാ അവളെ സദാചാര നിയമങ്ങൾ ഓർമ്മിപ്പിക്കണം? കല്യാണിക്കുട്ടി വന്നിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സുധാകരൻ്റെ ഭാര്യ വീണ്ടും എന്നെ കാണുവാൻ ക്ലിനിക്കിൽ വന്നെത്തിയത്. ഒരു കാലിൻ്റെ പെരുവിരൽ ഞാൻ മുറിച്ചു കളഞ്ഞിരുന്നു. പക്ഷേ മറ്റേ കാലിലും പഴുപ്പ് തുടങ്ങിയിരിക്കുന്നുവെന്ന് അവർ ആവലാതിപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അതേ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നോവലിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിലെ കഥാപാത്രങ്ങളോട് തോന്നുന്ന നിങ്ങളുടെ ഇഷ്ടവും അനിഷ്ടവും അവരോട് തോന്നുന്ന സഹതാപവും അവരുടെ അവസ്ഥ കാണുമ്പോൾ ഉണ്ടാകുന്ന സഹാനുഭൂതിയും അതേത് തരത്തിലാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാവോ? നിങ്ങളുടെ ഓരോ കമൻറ്റും ലൈക്കും ഷെയറുമാണ് മുൻപോട്ടുള്ള എൻ്റെ ഈ യാത്രയ്ക്ക് ഊർജ്ജം തരുന്നത്. കുറച്ച് ദിവസമായിട്ടുള്ള നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടേ നമുക്ക് കുറച്ച് വ്യൂവേഴ്സും ഉള്ളൂ, അതായത് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കുറവാണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സഹായിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.